നോബൽ ബാരിക്കാരൻ കൂടി നമുക്കൊപ്പമുണ്ട്. നോബൽ ബാരിക്കാരൻ, ഇതിപ്പോൾ ദേശീയ തലത്തിൽ പ്രചരണ വിഷയമാക്കി മാറ്റിയിരിക്കുന്നത് BJP ആണ്. സസ്പെൻഷനിലേക്ക് നടപടി ഒതുക്കിയാലും MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നാൽ BJP അത് വലിയ രീതിയിൽ ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം പ്രചരണ വിഷയമാക്കി മാറ്റില്ലേ? ആ അർത്ഥത്തിൽ ഇതിനകം തന്നെ ദേശീയ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗികാരോപണങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ആയുധമാക്കി ഉപയോഗിക്കുകയാണ് BJP. നടപടി സസ്പെൻഷനിൽ ഒതുക്കിയാലും MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നാൽ അത് BJPക്ക് ആയുധമായി മാറില്ലേ നോബൽ? അരുൺ, 100% അങ്ങനെ തന്നെയാവും സംഭവിക്കാൻ പോവുക. കാരണം രാഹുൽ ഗാന്ധിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഒപ്പം നിൽക്കുന്ന ഫോട്ടോകൾ വെച്ചുകൊണ്ട് ഇതിനോടകം തന്നെ ഈ വിഷയം ദേശീയ തലത്തിൽ BJP ഉയർത്തിക്കഴിഞ്ഞു. എന്താണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് BJP പ്രധാനമായും ഉറ്റുനോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടൻ രാജിവെച്ചില്ലെങ്കിൽ ഇത് സജീവമായി തന്നെ രംഗത്തേക്ക് കൊണ്ടുവന്ന് ഇത് കോൺഗ്രസിനെതിരെ ദേശീയ തലത്തിൽ, അതായത് ഇന്നലെ പറഞ്ഞ ചില പോസ്റ്റുകളിൽ വ്യക്തമാക്കിയത് ബലാത്സംഗം ചെയ്യുന്നവർക്കും അതോടൊപ്പം സ്ത്രീകളെ ആക്രമിക്കുന്നവർക്കും ഉള്ള ഒരു പൊതുവേദിയും അതോടൊപ്പം ഒരു സംരക്ഷണ കേന്ദ്രവുമായി NSU യൂത്ത് കോൺഗ്രസ് മാറ്റുന്നു എന്തായിരുന്നു ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു FB പോസ്റ്റും അതോടൊപ്പം സമൂഹ മാധ്യമ പോസ്റ്റും ഉണ്ടായത്. അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഇനിയും ഇതിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല BJPയുടെ ദേശീയ വക്താക്കളടക്കം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വാർത്താ സമ്മേളനം അടക്കം നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ സംസ്ഥാനം കൂടിയാണ്, പ്രിയങ്ക ഗാന്ധി MP ആയിരിക്കുന്ന സംസ്ഥാനം കൂടിയാണ്. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേരളത്തിൽ. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്കും ഒപ്പം കോൺഗ്രസിനെതിരെ കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ കിട്ടിയ ആയുധം കൂടിയാണ് BJPക്ക് ഈ വിഷയം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു വശത്ത് വോട്ടുകൾ ആരോപിച്ച് രാഹുൽ ഗാന്ധി വലിയ റാലികൾ നടത്തുന്നു, ഇന്ത്യ സഖ്യത്തെ ഒപ്പം നിർത്താൻ ശ്രമം നടത്തുന്നു. അപ്പോഴാണ് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ തന്നെ ശോഭ ഇല്ലാതാക്കുന്ന നടപടി എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഈ വാർത്തകൾ കൊടുത്തു തുടങ്ങിയത് സജീവമായി തന്നെ അവരും ഇതിലേക്ക് കടക്കും. കാരണം BJP സമ്മതം ശക്തമാകുന്നതോടെ, പ്രതിഷേധം ശക്തമാക്കുന്നതോടെ ഇത് ദേശീയ തലത്തിൽ വലിയ ചർച്ചകളിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഹൈക്കമാൻഡിന് മുന്നിൽ ഇപ്പോൾ നേരത്തെ ഹൈക്കമാൻഡ് ആദ്യഘട്ടത്തിൽ രാജിവെക്കേണ്ടതില്ലെന്നൊരു അഭിപ്രായം വ്യക്തമാക്കിയിരുന്നെങ്കിൽ പോലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡിന് പുനർചിന്തനം ഉണ്ട്, രാജിവെക്കണം എന്ന നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും സംസ്ഥാനത്തെ നേതാക്കൾ എടുക്കുന്ന കൂട്ടായ തീരുമാനം അത് റിപ്പോർട്ടായി വരുമ്പോൾ അതിനുമേൽ മാത്രം നടപടിയെടുത്താൽ മതി എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കമാൻഡിന്റെ നിലപാട്. സംസ്ഥാന നേതൃത്വം എടുക്കുന്ന നിലപാടിനൊപ്പമായിരിക്കും ഇതിൽ ഹൈക്കമാൻഡ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ KPCC ആണ് ഇതിൽ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം ഒരുപക്ഷെ അതേപടി അംഗീകരിക്കുകയായിരിക്കും. അത് മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എതിരായി നടക്കുന്ന സൈബർ ആക്രമണങ്ങളൊക്കെ വലിയ അതൃപ്തി ഹൈക്കമാൻഡിലെ പല നേതാക്കൾക്കും ഉണ്ട് എന്നും അറിയാൻ കഴിയുന്നു. കാരണം പലരും വ്യക്തിപരമായി വളരെ അടുപ്പം പുലർത്തുന്ന നേതാക്കളാണ്, പലരും കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന നേതാക്കളാണ്. ആ നേതാക്കൾക്കെതിരെ തുടരുന്ന ഈ ആക്രമണങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള അതൃപ്തി ഹൈക്കമാൻഡുണ്ട്. കാരണം വിഷയം അതീവ ഗൗരവത്തോടെയാണ് ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകും എന്ന് ഹൈക്കമാൻഡ്, പ്രത്യേകിച്ച് ഇന്നലെ KC വേണുഗോപാൽ അടക്കമുള്ളവർ വ്യക്തമാക്കിയത് സംസ്ഥാന നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. ഉചിതമായ തീരുമാനം ഉണ്ടാകും. രാജി തള്ളാതെയായിരുന്നു KCയുടെ അടക്കം പ്രതികരണം ഇന്നലെ വന്നത്. എന്നാലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഹൈക്കമാൻഡ് ഇതിൽ രാജ്യ നിലപാടിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും സംസ്ഥാനത്തെ ഒരു നിലപാട് അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ പ്രഖ്യാപനം എന്താണ് എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കുകയുള്ളൂ. ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയ തരത്തിൽ പ്രതിരോധത്തിലും സമ്മർദ്ദത്തിലുമാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ ബ്രിജ്ഭൂഷൺ വിഷയമൊക്കെ ഉയർത്തി ഇവിടെയും തിരിച്ച് ആക്രമിച്ച് പ്രതിരോധിച്ച് നിർത്തേണ്ട അവസ്ഥയിലേക്ക് ദേശീയ വക്താക്കളടക്കം എത്തുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വലിയ പ്രതിസന്ധി കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ മോശം സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർലമെന്റിലേക്ക് ഈ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി BJP നേതാവ് ചോദിക്കുന്നത് എങ്ങനെ താങ്ങാൻ പറ്റും? ഇന്നലെ BJPയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ചിത്രം വെച്ചുകൊണ്ടാണ് രാഹുൽ ആൻഡ് രാഹുൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി സസ്പെൻഷൻ കൊണ്ട് ആ കറ മാറുമോ?